പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവനറൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുകലിന് വേണ്ടി നമ്മെ തന്നെ തീവ്രമായി ഒരുക്കുന്ന സന്ദർഭമാണ്. പലപ്പോഴും പരിശുദ്ധാത്മാവ് വിസ്മരിക്കപ്പെട്ട ദൈവമായി അവഗണിക്കപ്പെടാറുണ്ട്. ഫലമെന്താണ്? സാക്ഷ്യം നഷ്ടപ്പെടുന്നു, സഭയുടെ വളർച്ചയെ അത് ബാധിക്കുന്നു, സഭയുടെ വളർച്ച മുരടിക്കാനിടയായിത്തീരുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ പലപ്പോഴും ശുശ്രൂഷകളായി രൂപാന്തരപ്പെടുന്നില്ല. പിതാവിനെയും പുത്രനെയും മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരാത്മീയത പക്വമായൊരാത്മീയതയല്ല. നാം അറിയാതെ നമ്മിലേക്ക് കടന്നു വരുന്ന പാഷണ്ഡതയാണ് എന്നുള്ളത് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഒരു കാലഘട്ടത്തിൽ വചനത്തിനു മാത്രം ഊന്നൽ നൽകിയപ്പോൾ വചനം മാത്രം പോരാ എന്ന് സഭ പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവിൽ മാത്രം ഊന്നൽ നൽകിക്കൊണ്ട് ചിലർ രംഗത്ത് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് മാത്രം പോരാ, ഇതെല്ലാം ചേരുന്നതാണ് ഈ ആത്മീയതയുടെ, ക്രൈസ്തവ ആത്മീയതയുടെ, സഭ ആത്മീയതയുടെ അടിത്തറ എന്ന് പഠിപ്പിച്ചപ്പോൾ സാവകാശം വചനത്തിൻ്റെ പ്രാധാന്യം കുറയാനിടയായി, പരിശുദ്ധാത്മാവിനെ അവഗണിക്കാനിടയായി തീർന്നു. സംഭവിച്ചതോ സഭയുടെ ആ ഒരു ജീവൻ ചോർന്നു പോകുന്ന അനുഭവം, സാക്ഷ്യം നഷ്ടപ്പെടുന്ന അനുഭവം ഉണ്ടായി. ഈ അവസരത്തിൽ നാം ഓർമ്മിക്കണം, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാമത്തെ വചനം സ്നാപകൻ്റെ പരിചയപ്പെടുത്തലാണ്. യേശുക്രിസ്തുവിനെ സ്നാപകൻ പരിചയപ്പെടുത്തും. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്, അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. അപ്പോൾ യേശുക്രിസ്തുവിനെ സ്നാപകൻ ഈ ലോകത്തിൽ പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിനെ നൽകുന്നവൻ എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ രക്ഷണീയ കർമ്മങ്ങൾ പൂർണ്ണമായി തീരുന്നത്, മരണോത്ഥാനങ്ങൾ
യഥാർത്ഥത്തിൽ പൂർണ്ണമായി തീരുന്നത് പെന്തിക്കൊസ്തയോടെയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെയാണ്. അന്നാണ് സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അന്നു മുതലാണ് സാക്ഷികളുണ്ടായത്, രക്തസാക്ഷികളുണ്ടായത്. സഭ വളരാനിടയായി തീർന്നത് അങ്ങനെയാണ്. സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആ മഹാസംഭവം ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ആ പെന്തിക്കൊസ്ത അനുഭവത്തിന് ശേഷം 4-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും എല്ലാം ഈ പെന്തിക്കൊസ്ത അനുഭവം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ആ നിറവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നാം ധ്യാനിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ആകമാനം നാം കാണുന്നുമുണ്ട്. 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, പത്രോസും യോഹന്നാനും കാരാഗ്രഹത്തിലായി. ശിഷ്യന്മാർ ഭയപ്പെട്ടു. ഭയചകിതരായി അവരെന്ത് ചെയ്തു? അവരൊന്നിച്ചുകൂടി പ്രാർത്ഥിച്ചു. അവസാനം പെന്തിക്കൊസ്തയുടെ ഒരു അനുഭവം. അവരിരുന്ന ആലയം കുലുങ്ങി, പരിശുദ്ധാത്മാവ് അവരിൽ നിറഞ്ഞു. അവർ ധൈര്യപൂർവ്വം സുവിശേഷം പ്രസംഗിച്ചു. തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരനുഭവമാണ് പെന്തിക്കൊസ്ത അനുഭവം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി നാം ഓരോരുത്തരും സാക്ഷികളായി തീരാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ആവശ്യമുണ്ട്. സഭാസമൂഹം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് സാക്ഷികളുടെ സമൂഹമായി ഈ ലോകത്തിൽ നിലനിൽക്കാൻ ഇടയായിത്തീരുന്നത് എന്നുള്ള ആ ഒരു സത്യം. ഈ കാലഘട്ടം പ്രത്യേകിച്ചും പലതരത്തിലുള്ള ദുരന്താനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നിരാശയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നൊമ്പരങ്ങളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, തകർച്ചയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഇതിനെല്ലാം രൂപാന്തരീകരണം നൽകുന്ന, ഈ മുറിവുകളെയെല്ലാം തിരുമുറിവുകളാക്കി രൂപാന്തരപ്പെടുത്തുന്ന, ഈ ഭയപ്പാടുകളിലേക്ക് പ്രത്യാശയുടെയും ആത്മധൈര്യത്തിൻ്റെയും അഭിഷേകം പകരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നിറവിനു വേണ്ടി സഭയായി നാം ഒരുങ്ങണം. ഇതിനു മുമ്പ് നാം ഒരുങ്ങിയിട്ടുള്ളതിനേക്കാൾ അധികമായി നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബമായി, ഇടവക കൂട്ടായ്മയായി, സഭയായി ഒരുങ്ങണം. ഈ കാലഘട്ടത്തിൽ പ്രതികൂലങ്ങളേറെയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ, ഈ ഭയപ്പാടുകളെ അതിജീവിക്കാൻ, ഈ വിരുദ്ധ സാക്ഷ്യങ്ങളെ അഭിമുഖീകരിക്കാൻ, ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങൾക്കും ഉത്തരമായി മാറുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഓർമ്മിക്കുക. പ്രിയപ്പെട്ടവരെ, യഹൂദരുടെ പെസഹ കഴിഞ്ഞ് 50 ദിവസം കഴിയുമ്പോഴാണ് യഹൂദരുടെ പെന്തക്കൊസ്ത. പുറപ്പാട് ആരംഭിച്ചതിന് ശേഷം 50 ദിവസം കഴിയുമ്പോൾ സീനായ് മലയിൽ ദൈവം കൽപ്പന നൽകിക്കൊണ്ട് ഒരു സമൂഹത്തിന്, ഒരു ദൈവജനത്തിന് അടിത്തറയിട്ടു. ഇവിടെ ഈ പെന്തിക്കൊസ്തായിലോ ദൈവശാസ്ത്രപരമായി പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളുമാണ് ഈ സഭയെ സാക്ഷ്യപൂർണ്ണമാക്കി തീർക്കുന്നതും ഈ സഭയെ പടുത്തുയർത്താൻ സഹായകമായി തീരുന്നതുമെന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനു വേണ്ടി നാം ഒരുങ്ങുക എന്നാൽ ഈ കാലഘട്ടത്തിൽ സഭയെ പടുത്തുയർത്താനുള്ള ആ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ദിശകൾ നിശ്ചയിക്കാൻ, നമ്മുടെ യാത്ര നിശ്ചയിക്കാൻ സഹായകമാണ് എന്നുള്ളതും ഈ അവസരത്തിൽ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. കൊരിന്തോസ്കാർക്ക് ലേഖനം 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 1-2 വചനങ്ങൾ. കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 1-2 വചനങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു.
സഹോദരരെ, നമ്മുടെ പിതാക്കന്മാർ കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. ഇവിടെ രണ്ട് സ്നാനത്തെ പറ്റി പറയുന്നുണ്ട്: കടൽ സ്നാനം, മേഘസ്നാനം. കടൽ അനുഭവം എന്നുള്ളത് ഒരു സ്നാനാനുഭവമാണ്. അത് ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട അനുഭവമാണ്. ആ അനുഭവം ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നതല്ല. അത് വ്യക്തികളുടെ മനസ്സിൽ നിന്ന് മാത്രമല്ല, ഇസ്രായേൽക്കാരുടെ ചരിത്രത്തിലെ നിർണായകമായ ദൈവിക ഇടപെടലിൻ്റെ ഒരു അനുഭവമാണ്. അത് ഒരു സ്നാനാനുഭവമാണ്. നിരന്തരം അവരെ ജ്വലിപ്പിക്കുന്ന ഒരനുഭവമാണ്. അത് നിലനിൽക്കുന്ന ഒരനുഭവമാണ്. നാം ഇന്ന് പഴയ നിയമത്തിൽ നിന്നും ആ ഭാഗം വായിക്കുമ്പോഴും നമുക്ക് പ്രത്യാശയുടെയും ദൈവിക സംരക്ഷണത്തിൻ്റെയും വലിയൊരു അനുഭവം, ഒരു ആത്മധൈര്യം ഉൾക്കൊള്ളാൻ ഇടയായിത്തീരുന്നു എന്നുള്ളതാണ്. എന്നാൽ മേഘസ്നാനത്തെ സംബന്ധിച്ചിടത്തോളം അത് പിന്തുടരുന്ന ഒരു അനുഭവമാണ്. കടൽ സ്നാനത്തിൽ കടൽ കടന്നതിനു ശേഷം അവർ പിന്നീട് ഒരിക്കലും പിന്തിരിഞ്ഞ് നോക്കിയിട്ടില്ല. അതുവരെയും അവരുടെ ഒരു കണ്ണ് ഈജിപ്തിലേക്കായിരുന്നു. അവർ പലപ്പോഴും രുചികരമായ ഭക്ഷണം ലഭിക്കാതെ വരുമ്പോഴും പലതരത്തിലുള്ള അസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോഴും അവർ പരാതി പറയുമായിരുന്നു, പിറുപിറുക്കുമായിരുന്നു. അവർക്ക് ഈജിപ്തിൽ ഇതിനേക്കാൾ രുചികരമായ ഭക്ഷണം ലഭിക്കുമായിരുന്നു. ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ആഗ്രഹം ചിലപ്പോഴെങ്കിലും അവരുടെ മനസ്സിൽ കടന്നു വന്നിരുന്നെങ്കിൽ, ഈ മഹാസംഭവത്തിന് ശേഷം, ഈ വലിയൊരു അഭിഷേകത്തിനു ശേഷം, ഈ കടൽ കടന്ന ആ ഒരു അനുഭവത്തിനു ശേഷം പിന്നീട് ഒരിക്കലും അവർ പിന്തിരിഞ്ഞു പോകുന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒരു സ്നാനാനുഭവം നമ്മുടെ ജീവിതത്തെ രണ്ടായി കീറിമുറിക്കുന്നു എന്നുള്ളതാണ്. മുന്നോട്ട് മാത്രം നോക്കാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ്. പിന്തിരിഞ്ഞു നോക്കി വീണ്ടും നാം ഉപേക്ഷിച്ച് കളഞ്ഞതിനെ ആവേശത്തോടെ നമ്മോട് ചേർത്ത് നിർത്താനുള്ള ആ ഒരു അഭിനിവേശത്തിൽ നിന്നും, ആ ഒരു ആർത്തിയിൽ നിന്നും, ആ ഒരു ആസക്തിയിൽ നിന്നും, ആ ഒരു ബന്ധനത്തിൽ നിന്നും നമുക്ക് വിടുതൽ നേടാനിടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, നാം ഓർമ്മിക്കുക, മേഘസ്നാനം എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയൊരു സംരക്ഷണത്തിൻ്റെ നിരന്തരം കുളിർമ പകരുന്ന ഒരനുഭവമാണ്. നിരന്തരം കുളിർമ പകരുന്ന ഒരു അനുഭവമാണ്. അത് വലിയൊരു ആൾക്കൂട്ടമായ ഇസ്രായേൽ സമൂഹത്തെ, ഈ സമൂഹത്തെ ഒരു ദൈവജനമായി രൂപാന്തരപ്പെടുത്താൻ അവിടുന്ന് ഉപയോഗിച്ച നിലനിൽക്കുന്ന ഒരു അഭിഷേകമാണ്. ചൂടിൽ നിന്നും സംരക്ഷണം നൽകി, പകലിൻ്റെ തീവ്രമായ അനുഭവങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകി, നിരന്തരം അവരെ നനച്ചുകൊണ്ടേയിരുന്നു. ആ നനവിൻ്റെ പരിധി വിട്ട് പുറത്തു പോകുന്നവരൊക്കെ ഈ മരുഭൂമി യാത്ര പൂർത്തിയാക്കാൻ അശക്തരായി തീർന്നു. ഈ മരുഭൂമിയിൽ തന്നെ വീണു മരിക്കാനിടയായി തീർന്നു. അപ്പോൾ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നാം ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിരന്തരം ഈ ഒരു അഭിഷേകത്തിൽ നമ്മെ നിലനിർത്തുന്നത് എന്താണ്? അത് കൂദാശാ ജീവിതമാണ്. ഈ സ്നാനാനുഭവമാണ്, മേഘസ്നാനത്തിൻ്റെ അനുഭവമാണ് നമ്മെ പിന്തുടരുന്ന കൂദാശാ ജീവിതാനുഭവം. നമ്മുടെ കുമ്പസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിവിധ കൂദാശകളിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു അഭിഷേകം, ആ ഒരു കൃപ, അത് തുടർന്നുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ കൂദാശാ ജീവിതം, മാമോദീസായിലെ വാഗ്ദാനങ്ങൾ നാം നിറവേറ്റണം. അതുപോലെ തന്നെ നാം ഈ പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ നിരന്തരം കഴുകി വെടിപ്പാക്കപ്പെടണം.
യേശു ക്രിസ്തുവിനെ തന്നെ നമ്മിലേക്ക് സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെ അവിടുത്തെ ആലയമായി നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ മരുഭൂമി അനുഭവത്തിൽ, ഈ അഭിഷേകത്തിൽ നിലനിൽക്കാൻ, ഈ അഭിഷേകത്തെ പോഷിപ്പിച്ചുകൊണ്ട്, ഏത് പ്രതികൂലത്തെയും അതിജീവിച്ചുകൊണ്ട് ദൈവജനമായി രൂപാന്തരപ്പെട്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഈ കൂദാശ ജീവിതം, ഈ മേഘസ്നാനാനുഭവം ആവശ്യമുണ്ട്. അതുകൊണ്ടെന്താണ് ഈ കൂദാശ ജീവിതം പരിശുദ്ധാത്മാവിൽ നിലനിൽക്കാനും പരിശുദ്ധാത്മാവിൽ നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്താനും സഹായകമാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പ്രത്യേകിച്ചും ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ആ ഒരു തികവിൽ സ്വീകരിച്ചിട്ടുള്ള സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ്റെ ജീവിതം അസാധാരണമായ ഒരു ജീവിതമാണ്. പുതിയ നിയമത്തിൻ്റെ ആത്മീയത പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ് സ്നാപകൻ ജീവിച്ചത്. ജീവിതത്തിലെ ആ തപശ്ചര്യകൾ അതുപോലെ ഉൾക്കൊള്ളാൻ ചെറുതാകുക എന്നുള്ള ആ ഒരു മുദ്രാവാക്യം. അവൻ വളരണം, ഞാൻ ചെറുതാകണം. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അപ്പോൾ അവൻ വളരണം, ഞാൻ കുറയണം. ഇത് പുതിയ നിയമ ആത്മീയതയാണ്. സ്നാപകരിൽ നിന്ന് കണ്ടെത്തുന്നത് ഈ അഭിഷേകത്തിൻ്റെ തികവാണ് എന്നുള്ളത് നാം ഓർമ്മിക്കണം. രക്തസാക്ഷിത്വത്തിലേക്ക് ആവേശത്തോടെ കടന്നു വരാൻ തക്ക ആ ഒരു ആത്മധൈര്യം ലഭിച്ചത് എങ്ങനെയാണ്? സാക്ഷ്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് രക്തസാക്ഷിത്വമാണ്. ശിഷ്യത്വത്തിൽ വളരാനായാലും പ്രിയപ്പെട്ടവരെ, ആ ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയായ, സാക്ഷ്യത്തിൻ്റെ പൂർണ്ണതയായ രക്തസാക്ഷിത്വത്തിലെത്താനായാലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ലാതെ സാധിക്കില്ല എന്നുള്ളത് നാം ഓർമ്മിക്കണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാർ എത്രമാത്രം ബലഹീനരായിരുന്നു എന്ന് നമുക്കറിയാം. യേശുവിനോടൊപ്പം 24 മണിക്കൂറും സമയം ചിലവഴിച്ചിരുന്ന, യേശുവിൻ്റെ എല്ലാ പ്രബോധനങ്ങളും കേട്ട, യേശുവിൻ്റെ അത്ഭുതങ്ങളെല്ലാം, യേശു പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങൾക്കും സാക്ഷികളായ ശിഷ്യന്മാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. പ്രതികൂലങ്ങൾ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവർ ചിതറി ഓടിപ്പോകാനിടയായി തീർന്നു. അവർ കൂട്ടായ്മയായി രൂപം പ്രാപിച്ചത് യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ അവർ രൂപീകരണത്തിൽ അവർ പങ്കാളികളാകാനിടയായി തീർന്നത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞപ്പോഴാണ് എന്ന് നാം ഓർമ്മിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നിറവില്ലാതെ ക്രൈസ്തവ ജീവിതമില്ല, സാക്ഷ്യ ജീവിതമില്ല, സഭയെ പണിതുയർത്താൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് നാം ഓർമ്മിക്കണം. സ്നാപകനോട് ചോദിച്ചു, നീ ആരാണ്? നീ ആരാണ്? സ്നാപകൻ എന്തുത്തരമാണ് നൽകിയത്? നീ ക്രിസ്തുവാണോ എന്ന് ചോദിച്ചു. അതിനുള്ള ഉത്തരം സ്നാപകൻ ആര് എന്ന്, സ്നാപകനെ നയിക്കുന്നത് ആര് എന്ന് വ്യക്തമാക്കുന്ന ഒന്നാണ്. ഞാൻ ക്രിസ്തുവല്ല എന്ന് ഉറക്കെ പറയാൻ പലപ്പോഴും എന്താണ്, ക്രിസ്തുവാണ് എന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാകുന്ന ദൈവങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണെന്ന് ഓർമ്മിക്കും. പലപ്പോഴും പലതരത്തിലുള്ള ആത്മീയമായ നിറവുൾക്കൊണ്ടുകൊണ്ട് ദൈവം ബലഹീനരായി നമ്മളിലൂടെ പ്രവർത്തിക്കുമ്പോൾ നാം തെറ്റിദ്ധരിക്കുന്നു, നാം എന്തോ ദൈവീകരാണ് എന്ന് വിചാരിക്കാനിടയായി. അവിടെ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത്, നീ ക്രിസ്തുവാണോ? ഞാൻ ക്രിസ്തുവല്ല. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരമാണ്. സ്നാപകന് അതാണ് പറയാനുള്ളത്. ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരമാണ്. താൻ ഒരു സ്വരം മാത്രം. മരുഭൂമിയിൽ നിന്നും സ്വരം പുറപ്പെടണമെന്നുണ്ടെങ്കിൽ മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകണം. അതിന് വില കൊടുക്കുന്നുണ്ട്. ഇവിടെ ഓരോ വചന ശുശ്രൂഷകനും യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന, ദൈവരാജ്യ ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന
ഓരോ ദൈവ പൈതലും ഈ മരുഭൂമിയുടെ തീവ്രമായ അനുഭവങ്ങൾ ഉൾക്കൊണ്ട് നിൽക്കുമ്പോൾ മാത്രമാണ് അവരുടെ വചനം ശക്തമായി തീരുന്നത്, മാനസാന്തരത്തിൻ്റെ ആ ഒരു ശക്തി ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. സ്നാപകൻ വിളിച്ചു പറഞ്ഞു, അവൻ വളരണം, ഞാൻ കുറയണം. ഞാൻ ഒരു ശബ്ദം മാത്രം. എന്നാൽ സ്നാപകനെ പറ്റി സ്വർഗം വെളിപ്പെടുത്തുന്നത് എന്താണ്? സ്വർഗം വെളിപ്പെടുത്തുന്നത് ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും, അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും. 14 മുതലുള്ള വചനങ്ങൾ. കർത്താവിൻ്റെ സന്നദ്ധിയിൽ അവൻ വലിയവനായിരിക്കും, വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടുവാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന് മുമ്പേ പോകും. സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തൽ അതാണ്. എന്നാൽ യേശുക്രിസ്തുവിനോട് ചോദിച്ചു, ഇവൻ ആരാണ്? ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 28-ാമത്തെ വചനം. യേശു അവന് വിലയിട്ടു. അവൻ്റെ മൂല്യമളക്കാൻ കർത്താവിന് മാത്രമാണ് സാധിക്കുന്നത്. കർത്താവ് പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. ഈ വലിപ്പത്തിന് അടിസ്ഥാനം, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുകലാണ്. ഈ അഭിഷേകം ആരാണ് നിർവഹിച്ചത്? അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനെ നിറച്ചതാരാണ്? പരിശുദ്ധ അമ്മ ആ ഭവനത്തിലെത്തി, എലിസബത്തിൻ്റെ ഭവനത്തിലെത്തി. അമ്മയുടെ അഭിവാദനം എലിസബത്തിൽ മാത്രമല്ല, ഉദരത്തിൽ വളരുന്ന ആ ശിശുവിലും പരിശുദ്ധാത്മാവിനെ നിറച്ചു. ആദ്യത്തെ പ്രതികരണമാണ് ആ സന്തോഷം കൊണ്ട് കുതിച്ചു ചാടുക. അതാണ് രക്ഷകനെയും രക്ഷകൻ്റെ അമ്മയെയും അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കണ്ടവനാണ് സ്നാപകൻ. അതാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നവർക്കാണ് ശരിയായ കാഴ്ച ഉണ്ടാകുന്നത്. അപ്പോൾ സ്നാപകൻ 6 മാസം മാത്രം പ്രായമുള്ള അമ്മയുടെ ഉദരത്തിലിരിക്കുന്ന ഈ ശിശു പരിശുദ്ധ അമ്മയെ കണ്ടു, ദൈവപുത്രൻ്റെ അമ്മയെ കണ്ടു, ദൈവപുത്രനെ കണ്ടു. അവന് വഴികാട്ടിയായിട്ടാണ് താൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ആരംഭിച്ച ഈ കുതിച്ചുചാട്ടമാണ് ജീവിതത്തിൽ ആകമാനം കണ്ടെത്താൻ സാധിക്കുന്നത്. അവിടെ നിന്നും ജ്വലിച്ചു തുടങ്ങിയ സ്നാപകൻ അവസാനം എന്താണ്? വാളിനിരയാകുന്നത് വരെയും അതുപോലെ തന്നെ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു, അതുപോലെ തന്നെ സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരുന്നു എന്ന് ഓർമ്മിക്കണം. എന്താണ് ഇതിന് കാരണം? അവനിൽ ജ്വലിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവാണ് എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഒരു അപൂർവമായ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിൽ പിറന്നു വീഴുകയും വളർന്നു വരികയും ചെയ്ത സ്നാപകൻ നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയാണ്. 30 വയസ്സുള്ളപ്പോൾ തന്നെ രക്തസാക്ഷിയായി. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശിഷ്യത്വത്തിന് അടിസ്ഥാനം എന്താണ്? രക്തസാക്ഷിത്വത്തിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ശിഷ്യന്മാരെല്ലാവരും, യോഹന്നാൻ ശ്ലീഹ യഥാർത്ഥത്തിൽ രക്തസാക്ഷിത്വം തന്നെയാണ് പത്മോസ് ദ്വീപിൽ ഏറ്റെടുത്തത് എന്നതിൽ സംശയമില്ല. ശിഷ്യന്മാരെല്ലാവരും രക്തസാക്ഷികളായി തീർന്നു. എങ്ങനെയാണ് രക്തസാക്ഷികളായി തീർന്നത്? അവിടെ അമ്മയോട് ചേർന്നിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് കൊണ്ടാണ്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗ്യം അമ്മ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആദിമ സഭയെ സംബന്ധിച്ചിടത്തോളം, അപ്പോസ്തോലിക സഭയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗ്യം പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ഭാഗ്യം പരിശുദ്ധാത്മാവ് കവിഞ്ഞൊഴുകുന്നവളായ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരെ ശിഷ്യത്വത്തിൽ വളർന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്
അവർ അപ്പോസ്തലന്മാരായി തീർന്നത്, സാക്ഷികളായി തീർന്നത്, യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അനുഭവം പങ്കുവയ്ക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ടാണ് രക്തസാക്ഷികളായി തീരാൻ അവർക്ക് സാധിച്ചത് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നാം ഓർമ്മിക്കേണ്ടതുണ്ട്, ഞാനും നിങ്ങളും സാക്ഷ്യം നൽകേണ്ടവരാണ്. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അഭിഷേകം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ഇത് തന്നെയാണെന്ന് ഓർമ്മിക്കണം. നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കാൻ ഈ അഭിഷേകത്തിൻ്റെ കാലഘട്ടം സഹായകമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ സാക്ഷികളാകാൻ, രക്തസാക്ഷികളാകാതെ സാധിക്കില്ല എന്നുള്ള ആ ഒരു പാഠവും തീർച്ചയായും നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. നാമൊക്കെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി തീരാൻ, ശിഷ്യത്വത്തിൽ വളർന്ന് അപ്പോസ്തലന്മാരായി തീരാൻ, നാമൊക്കെ രക്തസാക്ഷി, വില കൊടുത്തുകൊണ്ട് സാക്ഷ്യം നൽകുന്നവരായി തീരാൻ പരിശുദ്ധാത്മാവിൻ്റെ സവിശേഷമായ അഭിഷേകം ആവശ്യമാണ്. നമ്മുടെ ജീവിതമാകുന്ന വരണ്ട ഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ആ വരണ്ട ഭൂമിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ വിത്തുകളുണ്ടല്ലോ, കർത്താവ് നമ്മൾ വിതച്ചിട്ടുള്ള, വ്യത്യസ്തമായ സാഹചര്യങ്ങൾ വിതച്ചിട്ടുള്ള ആ വിത്തുകളുണ്ടല്ലോ, ആ വിത്തുകളൊക്കെ കുതിരും, അതൊക്കെ മുളപൊട്ടും, അവയൊക്കെ വളർന്നു പൊന്തും, അവയൊക്കെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനിടയായിത്തീരും. അങ്ങനെ നമുക്ക് ഈ സഭയെ പടുത്തുയർത്താൻ പരിശുദ്ധാത്മാവിൻ്റെ പുതിയൊരു അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കാം. ഈ കാലഘട്ടത്തിൽ സഭ വ്യത്യസ്തമായേ സാധ്യമാവുള്ളൂ. നിലനിൽക്കുന്ന ഒരു സഭാ സമൂഹത്തിന് ഇന്നുള്ള പ്രതികൂലങ്ങളെ അതിജീവിക്കുക സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് വലിയൊരഭിഷേകം നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മെ തന്നെ സജ്ജമാക്കാം. രക്ഷകനായ ഈശോയെ, കർത്താവായ ദൈവമേ, ഈ ധ്യാനത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് കടാക്ഷിക്കണമേ. അവർക്ക് ആവശ്യമാകുന്ന കൃപ നൽകണമേ. രക്ഷകനായ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനായി കർത്താവായി ഏറ്റുപറയാൻ ആവശ്യമാകുന്ന വിശ്വാസം അഭിഷേകമായി നൽകണമേ. അതിന് തടസ്സമായി നിൽക്കുന്ന ആർത്തിയിൽ നിന്ന്, ആസക്തിയിൽ നിന്ന്, വിദ്വേഷത്തിൽ നിന്ന്, വെറുപ്പിൽ നിന്ന് അവർ മോചിതരായി തീരട്ടെ. സാത്താൻ്റെ പിടിയിലമർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവിടുത്തെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ, അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ, പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ നിങ്ങൾ ഓരോരുത്തരെയും ഈ പിടിയിൽ നിന്നും തിന്മയുടെ എല്ലാ കെട്ടുപാടുകളും ഞാൻ മോചിപ്പിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും, നമ്മുടെ കുടുംബങ്ങളുടെ മേലും, നമ്മുടെ എല്ലാ ശുശ്രൂഷകളുടെ മേലും, നമ്മുടെ സഭാ സമൂഹത്തിൻ്റെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.